ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്ററാണ് ഇൻസ്റ്റാൾമെൻറ്റ് ബൈയിങ്. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. നമുക്ക് ആകെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. അതേ ടൈപ്പിൽ തന്നെയാണ് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നു. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എന്താണ്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ ഒരു 15,000 നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എത്ര കൊടുക്കും? ഒരു 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റ്. അപ്പം തന്നെ ഒരു 5,000 രൂപ കൊടുത്തു. ബാക്കി നമുക്ക് 10,000 രൂപയുണ്ട്. ആ 10,000 രൂപ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അതിനൊരു ചെറിയ പലിശ അവർ ഈടാക്കും അല്ലേ? ആ പലിശ എങ്ങനെയാണ് വരുന്നത്? അല്ലെങ്കിൽ നമ്മൾ ആ 10,000 എന്ന് പറയണത് 5ഓ 6ഓ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഇവർ ആഡ് ചെയ്യുന്ന ആ പലിശ അടക്കം നമ്മൾക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? ആ ഒരു കാൽക്കുലേഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളത്. അപ്പോൾ കണക്ക് ഇപ്പോൾ ചോദിക്കുമ്പോൾ എന്താണ്, ചിലപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിയ കണക്കാവും, അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങിയതാവും, അങ്ങനെ എന്തും ആയിക്കോട്ടെ, വാല്യൂസും ഒക്കെ മാറുന്നു എന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. അതായത് നമ്മൾ വാങ്ങിയ എത്ര രൂപയാണ് ആ സാധനത്തിന്, എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, ബാക്കി എത്ര നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാനുണ്ട്, ആ തുക എത്ര ഇൻസ്റ്റാൾമെൻറ്റിലാണ് നമ്മൾ ആ തുക കൊടുക്കുന്നത്, എത്ര ഇൻട്രസ്റ്റ്, എത്ര പലിശയാണ് അവർ ഈടാക്കുന്നത്, ആ പലിശ അനുസരിച്ച് ഇത്ര ഇൻസ്റ്റാൾമെൻറ്റിന് നമ്മൾ എത്ര രൂപ അടയ്ക്കണം. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 1-2 കണക്കുകൾ ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ തന്നെ, ആ ഒരു മെത്തേഡ് കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു സ്കൂട്ടർ 30,000 രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ. അപ്പോൾ അത് വാങ്ങുമ്പോൾ തന്നെ ഡൗൺ പേയ്മെൻറ്റ് ഒരു 15,000 രൂപ കൊടുത്തു. ഇനി 4 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ബാക്കി കൊടുക്കാനുള്ളത്. ഡൗൺ പേയ്മെൻറ്റ് 15,000 രൂപ കൊടുത്തു. 30,000 രൂപയുടെ സ്കൂട്ടറാണ്. ബാക്കിയിൽ എത്ര ഉണ്ടാവും? 15,000 രൂപയുണ്ട്. ഈ 15,000 രൂപ എന്ന് പറയണത് ഈക്വൽ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. 4 പ്രാവശ്യമായിട്ട് കൊടുക്കണം. ഈക്വൽ പേയ്മെൻ്റ് ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. ഇനി എത്രയാണ് ഇവർ കണക്കാക്കുന്ന പലിശ, അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് 33.1/3% ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില എത്രയാണ്? 30,000 രൂപയാണ്. ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുത്തു? 15,000 കൊടുത്തു. ബാക്കി ബാലൻസ് കൊടുക്കാനുള്ളത് 30,000 മൈനസ് 15,000 രൂപ നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് 4 വട്ടമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. നമ്മൾ കൊടുക്കുന്ന രൂപ പി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എക്സ് വൈ എന്നൊക്കെ നമ്മൾ അറിയാത്തതിന് കൊടുക്കില്ലേ, അതേപോലെ നമ്മൾ അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് പി എന്ന് വിചാരിക്കുക. ഇനി ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും നമ്മൾ അടയ്ക്കുന്ന പലിശ, അതായത് ഇൻട്രസ്റ്റ് ചാർജ്ഡ് അണ്ടർ ഇൻസ്റ്റാൾമെൻറ്റ്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും അവർ ഈടാക്കുന്ന പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 4P എന്ന് പറയുന്നത് 4 പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ഈ 15,000, ബാക്കി കൊടുക്കാനുള്ള 15,000. ആ 15,000 എവിടെ നിന്ന് കുറയ്ക്കുകയാണ്? പി എന്ന് പറയുന്നത് അത്ര രൂപകളാണ് നമ്മൾ ഓരോ മന്തും അടയ്ക്കുന്നത്. അതുകൊണ്ടാണ് 4 പ്രാവശ്യം പി അടയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുക. അപ്പോൾ അതേ മൈനസ് നമ്മൾ മൊത്തം കൊടുക്കാനുള്ള പൈസ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്താണ്, ഓരോന്നിനും നമ്മൾ കൊടുക്കുന്ന പലിശ, ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കുന്ന പലിശ എത്രയാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് മന്ത് നമ്മൾ എത്രയാണ്? 15,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 15,000 രൂപ കൊടുത്തു. സെക്കൻഡ് മന്ത് ആകുമ്പോൾ ബാക്കി കൊടുക്കാനുള്ള 15,000 ആണത്. 15,000 നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മന്ത് ആകുമ്പോൾ ബാക്കി കൊടുക്കാനുള്ള 15,000-ൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണത് കുറയും. മൂന്നാമത്തെ ആകുമ്പോഴോ നമ്മൾ കൊടുക്കാനുള്ള 15,000-ൽ നിന്ന് 2 വട്ടം ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചത് കുറയും. 4ാമത്തെ മന്ത് ആകുമ്പോൾ ബാക്കി കൊടുക്കാനുള്ള 15,000-ന് 3 വട്ടം ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചത് കുറയും. ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്? 60,000 മൈനസ് 6P എന്നാണ് ഇതെല്ലാം കൂടെ കൂട്ടിയേ വരിക. 1 2 3 4 മന്ത് നമ്മൾ മൊത്തം എത്ര വരുന്നത് കൂട്ടുമ്പോൾ? 60,000 മൈനസ് 6P ആണ് വരുന്നത്. ഇനി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 33.1/3% ആണ്. അതായത് 100/3% ആണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? 100/3/100. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് A/100 ആണ്. അങ്ങനെയാണ് 100/3%, 100/3 × 100, അതായത് 300 വരുന്നത്. അപ്പോൾ നോക്കിയേ,
ഈ 6000 6p മൊത്തം നമ്മൾ അടച്ച പൈസ ഇൻറ്റു 1/16 1/12 എന്ന് പറയണത് 12 മാസത്തിൽ 1 മാസം ഇൻറ്റു നമ്മുടെ പലിശ എത്രയാണ് 100/300. അതെന്ന് പറയണതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട 4p മൈനസ് 15000 വരുന്നത്. പി എന്ന് പറയണത് ഓരോ മാസം അടയ്ക്കണ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതിങ്ങനെ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 6000 മൈനസ് 6p = 144p മൈനസ് 5,40,000. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇൻറ്റു ഒക്കെ ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 150p = 6 lakh കിട്ടും. p = 6 lakh/150, അതായത് 4000 രൂപ. നമ്മൾ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് 15000 രൂപ അടയ്ക്കേണ്ടത്. അതിൽ 33 1/3% ഇൻട്രസ്റ്റും കൂടെ വരുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റിന് 4000 രൂപ വെച്ച് അടയ്ക്കണം. അപ്പോൾ 4 ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോൾ 16000 രൂപയാവും. 15000 രൂപ നമ്മൾ അടയ്ക്കാനുള്ളത്. ബാക്കി 1000 രൂപ എന്ന് പറയുന്നത് എന്താണ്, ഇവർ തന്നിട്ടുള്ള ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻ്റെയും മോഡൽ. ഇപ്പോൾ സ്കൂട്ടർ ഇവിടെ 30,000 രൂപയുടെ സ്കൂട്ടറിൽ 15,000 ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ ഒരു പലിശ പറഞ്ഞു ഇത്ര ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കണം. ഈ നമ്പേഴ്സ് മാത്രമേ മാറുള്ളൂ. ചെയ്ത രീതി മുഴുവനും എന്താണ്, ഈക്വലാണ്. ഒരു കണക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു സീലിംഗ് ഫാനിന് 1940 രൂപയാണ്. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 420 രൂപ കൊടുത്തു. 16% ഇൻട്രസ്റ്റിനാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കേണ്ടത്. 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ബാക്കി പൈസ അടയ്ക്കണം. അപ്പോൾ നമ്മൾ മൊത്തം പൈസ എത്രയാണ്, 1940 സീലിംഗ് ഫാനിൻ്റെ പൈസ. അതിൽ നമ്മൾ 420 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. ബാക്കി ബാലൻസ് ഉള്ളത് 1520 രൂപ. ഈ 1520 രൂപ എന്ന് പറയുന്നത് 16% പലിശയിൽ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ കണക്കിൽ പി എന്ന് എടുത്തത് ഈ കണക്കിൽ എക്സ് എന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്, മൈനസ് ബാക്കി കൊടുക്കാനുള്ള 1520 രൂപ. അപ്പോൾ ഇതാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും വരുന്ന ഇൻട്രസ്റ്റ്. ഫസ്റ്റ് മന്ത് നമ്മൾ എത്ര കൊടുത്തു, 1520 രൂപ കൊടുത്തു. സെക്കൻഡ് ഫസ്റ്റ് മന്തിൽ നമ്മൾ 1520 രൂപ കൊടുക്കാനുണ്ട്. നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ എത്രയാണ്, 1520 മൈനസ് എക്സ്. തേർഡ് മന്ത് ആകുമ്പോൾ 1520 മൈനസ് 2x. അപ്പോൾ ടോട്ടൽ 4560 മൈനസ് 3x ആണ് നമുക്ക് വരുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ 3x മൈനസ് 1520 എന്ന് പറയുമ്പോൾ 4560 മൈനസ് 3x ഇൻറ്റു 16% നമ്മൾ മാറ്റി എഴുതുമ്പോൾ 16/100 ഇൻറ്റു 1/12, അതായത് 12 മാസങ്ങളിൽ ഓരോ മന്തായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കണക്ക് ചെയ്ത് വരുമ്പോൾ 76x = ഇത്ര വരും. x = നമുക്ക് 520 കിട്ടും. അതായത് ഒരു മാസം അടയ്ക്കേണ്ട പൈസ എന്ന് പറയുന്നത് 520 ആണ്. അപ്പോൾ 520 × 3 ചെയ്യുമ്പോൾ നമുക്ക് 1560 രൂപ കിട്ടും. 1560 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം അടയ്ക്കാനുള്ളത് 1520 രൂപയുള്ളൂ. പക്ഷെ നമ്മൾ 1560 രൂപ അടയ്ക്കുന്നുണ്ട്. അതായത് 40 രൂപ കൂടുതൽ അടയ്ക്കുന്നുണ്ട്. ഈ 40 രൂപ എന്ന് പറയുന്നത് ആ 1940 രൂപയ്ക്ക് വാങ്ങുന്ന സീലിംഗ് ഫാൻ്റെ നമ്മൾ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുമ്പോൾ 16% പലിശ അവർ കണക്കാക്കുന്നതാണ് ഈ 40 രൂപ. ഈ 40 രൂപ എന്ന് പറയുന്നത് നമ്മൾ പലിശ ഇനത്തിൽ അടയ്ക്കുന്ന പൈസയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇതന്നെ മോഡൽ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ളതും ഗൈഡിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഈ ഒരൊറ്റ മോഡൽ മാത്രം ക്വസ്റ്റ്യൻ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.